മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അവൻ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് അവൾ ഒരു നിമിഷം നോക്കി. ഗുഡ് നൈറ്റ്. പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞ ആ ഒരു വാക്കിൽ പോലും അവളുടെ വയ്യാഴികയുടെ മുഖമായിരുന്നു ഹരി കണ്ടത്. ഒട്ടും വയ്യേടി നിനക്ക്? എന്തോ വല്ലാത്തൊരു ആദി പോലെ അവൻ അവിടെ കടുത്തേക്ക് അല്പം കൂടി നീങ്ങി ആ കവിളിൽ ഒന്നു തൊട്ട് ചോദിച്ചു. കുഴപ്പമില്ല. താൻ വെച്ച കൈയുടെ മുകളിലേക്ക് കൈവച്ചവൾ പതിയെ പറയുമ്പോൾ താൻ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തന്റെ തോളിലേക്ക് അവൾ വീഴുമെന്ന് പോലും ഹരിക്ക് ആ നിമിഷം തോന്നിപ്പോയി. അത്രയ്ക്കും പെണ്ണ് അവശയായ പോലെ. പൂവാ, ഞാൻ കിടക്കട്ടെ. അവനെ നോക്കിയൊന്ന് തലയാട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പിന്നെയും ആ കൈത്തണ്ടയിൽ അവന്റെ പിടി വീണിരുന്നു. എന്താ പൊന്നിന്റെ അച്ഛാ? ആകെ മുഷിഞ്ഞ പോലെയായിരുന്നു പെണ്ണിന്റെ ചോദ്യം. എങ്ങോട്ടപ്പോ? നിന്റെ മുറിയിലേക്കല്ലേ? അല്ല, അച്ഛന്റെ. എന്നിട്ട് താഴെ കിടക്കാനോ? അവന്റെ ശബ്ദം അല്പമൊന്ന് ഉയർന്നു. ഈ ഇടയായിട്ട് രാത്രി അച്ഛന് ചൂടുവെള്ളം വേണം. മുറിയിൽ കിടന്നാൽ അച്ഛൻ എഴുന്നേൽക്കുന്നൊന്നും ഞാൻ അറിയില്ല. ആരെയും ശല്യം ചെയ്യണ്ടെന്ന് കരുതി വേണമെങ്കിൽ ആ വയ്യാത്ത കൈയുമായി ചിലപ്പോ അച്ഛൻ അടുക്കളയിൽ കയറിയേക്കും. അതുകൊണ്ടാ. പറഞ്ഞിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ അവൻ പിന്നെയും പിടിച്ചു നിർത്തി ഒപ്പം ചെന്നു. എന്താ പൊന്നിന്റെ അച്ഛാ, എങ്ങോട്ടാ ഇനി? പെണ്ണ് വല്ലാത്തൊരു ദേഷ്യത്തിലാണത് ചോദിച്ചത്. ഒന്നാമത് വയ്യ, അതിന്റെ കൂടെയുള്ള അവന്റെ ഈ ചോദ്യങ്ങൾ അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ നീ നിന്റെ മുറിയിൽ പോയി കിടന്നോ, അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളുടെ മുറിയിലേക്ക് കണ്ണു ചൂണ്ടി അവൻ പറഞ്ഞതും പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി. അപ്പോ അച്ഛൻ രാത്രി നമ്മളെ വിളിക്കില്ലേ? താൻ പറയുന്നതൊന്നും ഇവനെന്താ മനസ്സിലാകുന്നില്ല എന്നൊരു വാശിയായിരുന്നു പെണ്ണിന്റെ ചോദ്യത്തിൽ. അതിന് നമ്മൾ ആരും എഴുന്നേൽക്കണമെന്നില്ല. അടുക്കളയിൽ ഫ്ലാസ്ക് ഇരിപ്പുണ്ട്. ചൂടുവെള്ളം ഉണ്ടാക്കി ഞാനത് ആ മുറിയിൽ കൊണ്ട് വെച്ചോളാം. പെണ്ണ് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ടും സമാധാനത്തിലായിരുന്നു അവന്റെ മറുപടി. ഇനിയിപ്പോ സമാധാനത്തിൽ പോയി കിടക്കാമല്ലോ. ചെല്ല്, മുറി കിടന്നാ മതി. എന്തായാലും നീ ഇന്ന് നിലത്ത് കിടക്കണ്ട. പിന്നെ ഒരു തർക്കത്തിന് വയ്യെന്ന പോലെ അവൾ നേരെ മുറിയിലേക്കാണ് പോയത്. അവള് പോയി കഴിഞ്ഞിട്ടും കുറച്ചു നേരം ആ വഴി നോക്കി നിന്നാണ് ഹരി അടുക്കളയിലേക്ക് ചെന്നത്. അല്പനേരത്തിനുള്ളിൽ വെള്ളം ചൂടാക്കി മുറിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ കിടന്നിരുന്നില്ല. അവളോട് ഞാൻ മുറിയിൽ കിടക്കാൻ പറഞ്ഞച്ചാ. തനിക്ക് പിന്നാലെ അവളുണ്ടോ എന്ന് എത്തി നോക്കുന്ന അച്ഛനോട് പറഞ്ഞുകൊണ്ട് അവൻ ആ ഫ്ലാസ്ക് ടേബിളിലേക്ക് വെച്ചു. ആ, അതേതായാലും നന്നായി. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേനെ. അവക്ക് ഒട്ടും വയ്യെന്ന് തോന്നുന്നു, അല്ലേടാ? പെണ്ണിന്റെ മുഖം മനസ്സിൽ കണ്ടെന്ന പോലെ അവനൊന്നും മൂളി. കഴിഞ്ഞ തവണയും അവൾക്ക് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. അന്ന് സീത നമ്മുടെ വൈദ്യരുടെ അടുത്തുപോയി ഏതൊക്കെയോ കഷായമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണൊന്ന് നൂന്നത്. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അതിന് ഗ്യാസൊക്കെ അടങ്ങി ഛർദി നിന്നത്. ഇനിയിപ്പോ 3-4 ദിവസത്തേക്ക് ആഹാരം കഴിപ്പൊക്കെ അതിന്റെ കണക്കായിരിക്കും. ആരോടൊന്നില്ലാതെ വല്ലാത്തൊരു സങ്കടത്തോടെയാ മാഷ് അതൊക്കെ പറഞ്ഞതെങ്കിലും അവനതെല്ലാം നിന്ന് കേട്ടു. ആ സമയത്തെല്ലാം കഴിഞ്ഞ മാസമുള്ള അവളുടെ മുഖവും ഭാവമായിരുന്നു അവൻ മനസ്സിൽ തിരക്കിയത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഓർത്തെടുക്കാൻ പാകത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ താൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നോ എന്നൊരു ചിന്തയോടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവൻ ഒരിക്കൽ കൂടി അവളുടെ മുറിയിലേക്ക് ചെന്നു. നല്ല വെളിച്ചത്തിലാണ് ആശാട്ടിയുടെ കിടപ്പ്. പേടിച്ചു തൂറി. തല വഴി പുതച്ചു കിടക്കുന്നവളെ നോക്കി അറിയാതെ അവനൊന്ന് ചിരിച്ചുപോയി. അടുത്തിരുന്ന് നോക്കുമ്പോൾ പെണ്ണ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒന്നുകൂടി മുറിയിലേക്ക് എത്തിയവൻ രാത്രി എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവസാനം പാതിരാത്രിയിൽ അവൻ പിന്നെയും എഴുന്നേറ്റ് നേരെ അവളുടെ മുറിയിലേക്കാണ് പോയത്. ചെല്ലുമ്പോൾ അവളെ കട്ടിലിൽ കണ്ടില്ല. ഒന്ന് പതറി നോക്കിയതും ബാത്റൂമിൽ നിന്ന് വെള്ളത്തിന്റെ ശബ്ദം കേട്ടവൻ കാത്തു നിൽക്കുമ്പോൾ തന്നെ വാതിൽ തുറന്നവൾ ഇറങ്ങിയിരുന്നു. ആകെ ഒടിഞ്ഞു തൂങ്ങി കൂനിക്കൂടിയുള്ള പെണ്ണിന്റെ നടത്തം കണ്ടതും ഹരി വേഗത്തിൽ അവൾക്കടുത്തേക്ക് ചെന്നു. കൺമണി വിളിച്ചതും പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടവൾ ഒന്ന് ഞെട്ടി. അതേസമയം വെള്ളം ഒഴുകുന്ന മുഖത്തിലും അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഡി, എന്താ, എന്തു പറ്റി? വല്ലാത്തൊരു വെപ്രാളത്തോടെയാണ് അവൻ അവളുടെ തോളിൽ പിടിച്ചത് ചോദിച്ചത്. അവൾ അവനെ നോക്കി കണ്ണു നിറച്ചതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. കണ്ണേ, എന്താടി? അവളുടെ കണ്ണുനീര് കണ്ടതിന്റെ വെപ്രാളത്തിൽ അവന്റെ നാവിൽ നിന്ന് വീണത് ആ നിമിഷം അവളും അവനും ശ്രദ്ധിച്ചില്ല. വേദനിക്കുന്നു എനിക്ക്. വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ കേട്ടതും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹരി അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു കഴിഞ്ഞിരുന്നു. ഒട്ടും വയ്യേ മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാടി. അവളെ ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് കൊണ്ടിരുത്തി പറയുമ്പോൾ പെണ്ണ് വേണ്ടെന്ന പോലെ തലയടക്കിയത് അവൻ അറിഞ്ഞത് നെഞ്ചിൽ അവളുടെ തല ഉരുട്ടിയപ്പോഴാണ്.
പിന്നെ ഇത്രയും വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇത്തിരി ചൊടിയോടെ ഇടം തോളിലെ ആ കൈ അയക്കാതെ അവൻ അവളുടെ താടിത്തുമ്പ് ഉയർത്തി ചോദിക്കുമ്പോൾ പെണ്ണ് പിന്നെയും മുഖമിട്ടുരുട്ടി വാശി കാണിച്ചതല്ലാതെ ആ തല ഉയർത്തിയില്ല. സാധാരണ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ദേഷ്യം വരുന്ന ഹരിക്ക് ആ നേരം അവളുടെ വാശിയിൽ ദേഷ്യം കാണിക്കാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, അവളെ പൊതിഞ്ഞു പിടിക്കാനാണ് തോന്നിയതും. ഹോസ്പിറ്റലിൽ പോകുന്നില്ലെങ്കിൽ പോകണ്ട, ഇവിടെ ഇരിക്കെ, ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുതരാം, അത് കുടിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും. തന്റെ നെഞ്ചിൽ പറ്റിക്കൂടി നിൽക്കുന്നവളെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ അത് പറഞ്ഞതും നന്ദേട്ടൻ പോകണ്ട, അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് നെഞ്ചിലേക്ക് പിന്നെയും മുഖം അമർത്തി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവളുടെ ആ പറച്ചിൽ കേട്ടതും ഹരി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശ്വാസം എടുക്കാൻ മറന്നപോലെയായിരുന്നു ആ നേരമുള്ള അവന്റെ നിൽപ്പ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ താൻ ഹരിയാണ്. അതിനൊപ്പമുള്ള നന്ദൻ കൂട്ടുകാർ പോലും അറിയാതെ വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ആദ്യമായി ഇങ്ങനെയൊരു വിളി, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന്. അല്ലെങ്കിൽ തന്നെ അവൾ ഇന്ന് വരെ തന്നെ പേര് കൂട്ടി വിളിച്ചിട്ടില്ല. അറിഞ്ഞ കാലം മുതൽ പൊന്നിന്റെ അച്ഛൻ എന്നല്ലാതെ, ആ പേരല്ലാതെ മറ്റൊന്നും വിളിച്ചിട്ടില്ലാത്തവളുടെ വായിൽ നിന്നും പെട്ടെന്ന് കേട്ട പേര്. ഹരിക്ക് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു ആദ്യം തോന്നിയത്. ഒപ്പം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഞെട്ടലും. കല്യാണം കഴിഞ്ഞ് 2-2.5 മാസമായിട്ടും ഇപ്പോഴും അവൾ തന്നെ പൊന്നിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്നതിന് ആൽബി കുറച്ചൊന്നുമല്ല കളിയാക്കിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഒക്കെ താൻ ചുമ്മാ പുച്ഛിച്ച് കളയുമായിരുന്നെങ്കിലും അപ്പോഴൊക്കെ പെണ്ണ് അവനോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ചെല്ലാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നുമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസം ആൽബി അത് ചോദിച്ചപ്പോൾ ഇവളെന്താ തന്നെ പേരുകൂട്ടി വിളിക്കാത്തത് എന്ന് വെറുതെ താനും ആലോചിച്ചു. അപ്പൊ തന്നെ മറവിക്ക് അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അവളങ്ങനെ വിളിക്കുമ്പോൾ, അതും ഈ ഒരു പേര്, ഒന്നും പോരാഞ്ഞ് അവളുടെ ശബ്ദം നേരിട്ട് വന്ന് തട്ടുന്നത് തന്റെ ഹൃദയത്തിലേക്കും. അവളുടെ സങ്കടം കാണുമ്പോഴും വിഷമം ആശ്വസിപ്പിക്കുമ്പോഴും ഒന്നും തോന്നാത്തൊരു വിറയൽ അറിയാതെ ഹരിയുടെ പെരുവിരലിൽ നിന്നും ശരീരമാകെ പടർന്നു കയറി. ഇപ്പോഴും പെണ്ണ് അള്ളി പിടിച്ച പോലെ തന്റെ നെഞ്ചിൽ മുഖം അമർത്തി ഇടുപ്പിന്റെ ഇരുവശവും കൈകോർത്തു പിടിച്ച് നിൽപ്പാണ്. ശരീരമാകെ മൂടുന്ന വെപ്രാളത്തിൽ അവൻ അവളെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് അല്പം ബലത്തോടെ മാറ്റിയതും ആകെ വാടിത്തളർന്ന കരഞ്ഞ കണ്ണുമായി അവൾ അവനെ ഒന്ന് മിഴികൾ ഉയർത്തി നോക്കി. കണ്ണുനീരോടെയുള്ള അവളുടെ നോട്ടം കണ്ടതും അതുവരെ മനസ്സിലുയർന്ന സകല ചിന്തകളുമേ ആവിയായി പോയ പോലെ ഹരി പിന്നെയും അവളുടെ പ്രതിയുള്ള ചിന്തയായി. ഒട്ടും വയ്യല്ലോ, നീ ഒന്ന് കിടക്ക്, ഞാനിപ്പോ നിനക്കിത്തിരി ചൂടുവെള്ളം കൊണ്ടു തരാം. തോളിൽ നല്ല ബലത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളെ കട്ടിലിൽ ഇരുത്തിയവനത് പറയുമ്പോൾ പെണ്ണിന്റെ കൈകൾ പിന്നെയും അവന്റെ കൈകളോട് കോർത്തു. പൊന്നിന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുമോ? തന്റെ കണ്ണിൽ നോക്കിയുള്ള അവളുടെ ചോദ്യത്തിൽ അവന്റെ നെറുകയിൽ ചുളിവുകൾ വീണു. അല്പം മുന്നേ നന്ദേട്ടൻ എന്ന് വിളിച്ചവളാണ് ഇപ്പൊ വീണ്ടും പൊന്നിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അവള് നേരത്തെ വിളിച്ചതോ? വല്ലാത്തൊരു സംശയത്തോടെയുള്ള അവന്റെ നോട്ടം കണ്ടതും പെണ്ണ് പിന്നെയും ആ മുഖത്തൂന്ന് മിഴികൾ അടർത്തി മാറ്റി. പൊന്നിന്റെ അച്ഛൻ ഉറക്കം വരുന്നെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. താൻ അവിടെ ഇരിക്കാൻ പറഞ്ഞത് അവൻ ഇഷ്ടമായി കാണില്ല, അതാകും തന്നെ ഇങ്ങനെ നോക്കുന്നെന്ന് വിചാരിച്ചവളുടെ മുഖം പിന്നെയും സങ്കടത്തിൽ താഴ്ന്നു. അതോടെ അവൾ ആ പറഞ്ഞതറിയാതെ ആ സമയത്ത് തോന്നി വിളിച്ചതാകും എന്ന് കരുതി ഹരിയും അത് വെറുതെ വിട്ടു. അതുവരെ ചിന്തിച്ചു കൂട്ടിയതൊക്കെ മനസ്സിലൂടെ പിന്നെയും വന്നെങ്കിലും ഒരു നെടുവീർപ്പോടെ അവളുടെ കവിളിലൊന്ന് തട്ടി അവനൊന്ന് പുഞ്ചിരിച്ചു. അടുക്കളയിൽ പോകുന്നില്ല, അച്ഛനെ ഒന്ന് നോക്കി ആ മുറിയിൽ നിന്നും ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് തന്നിട്ട് ഇവിടെ ഇരിക്കാം, മതിയോ? അതിനവള് മെല്ലെ ഒന്ന് തലയാട്ടി. പെണ്ണിനെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അറിയാമായിരുന്നു അച്ഛനെ നോക്കാനെന്ന് പറഞ്ഞ ഒരൊറ്റ വാചകത്തിലാണ് പെണ്ണ് തലയാട്ടിയതെന്ന്. വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു അച്ഛൻ നല്ല ഉറക്കമായെന്ന്. ടേബിളിന് മുകളിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളം പകർത്തിക്കൊണ്ടവൻ വേഗം തന്നെ അവൾക്കടുത്തേക്കെത്തി. കുടിക്ക്, അവളുടെ കയ്യിലേക്ക് മെല്ലെ പിടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും പെണ്ണ് അവനെ മുഖം ഉയർത്തി നോക്കി. ഛർദിക്കും. അവളുടെ പേടിയും അച്ഛൻ പറഞ്ഞതുമൊക്കെ ഓർമ്മ വന്നതും ഒരിത്തിരി കുടിക്ക്, എന്നിട്ട് നീ കിടന്നോ. അവന്റെ പറച്ചിൽ കേട്ട് ഒരല്പം കുടിച്ചുകൊണ്ടവൾ കട്ടിലേക്ക് ചരിഞ്ഞു കിടന്നു. കട്ടിൽ പോലും അറിയാതെ അത്രയും മെല്ലെ കിടക്കുന്നവളുടെ ദേഹമാകെ പുതപ്പ് പുതച്ചവൻ ദൂരെ മാറാതെ തന്നെ അരികിലേക്കിരുന്നു. പൊന്നിന്റെ അച്ഛൻ പൊക്കോ, മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവള് വെപ്രാളപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും ഹരി ആ പെണ്ണിനെ ഒന്ന് നോക്കി. പതുക്കെ കൺമണി, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, കുഞ്ഞ് നല്ല ഉറക്കമാണ്, ഞാൻ നേരത്തെ നോക്കിയിട്ടാ വന്നത്. അത്രയും ആവശ്യത്തിലും അവൾ കുഞ്ഞിനെ പറ്റി പരിഭ്രാന്തിപ്പെട്ടതും അവൻ പറഞ്ഞു. എന്നാലും പൊക്കോ,
നിന്റെ മോള് ഞെട്ടിയെങ്ങാനും എഴുന്നേറ്റ് നന്ദേട്ടനെ കണ്ടില്ലെങ്കിൽ പേടിക്കും. വല്ലാത്തൊരു വെപ്രാളത്തോടെ അരികിലിരുന്നവള് കൈപിടിച്ച് പറയുമ്പോൾ അവളിൽ നിന്ന് കേട്ട നന്ദേട്ടൻ എന്ന വാക്കിൽ ഒരിക്കൽ കൂടി അവന്റെ മനസ്സൊന്ന് പതറിപ്പോയി. അതേസമയം വെപ്രാളത്തോടെ തന്നെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നതാണ് അവളുടെ ശ്രദ്ധയെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു. നന്ദേട്ടാ! ആ, അതേ വെപ്രാളത്തോടെ അവൾ ഒരിക്കൽ കൂടി വിളിച്ചതും ഹരി ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. മോള്! ആ, ഞാൻ പോകുക. താൻ ഇനി എന്തു പറഞ്ഞാലും അവൾ അവിടെ തന്നെ ഇരുത്തില്ല എന്ന് ബോധ്യമായതും ഹരി പെണ്ണിനെ ഒന്നുകൂടി നോക്കി പുറത്തേക്കിറങ്ങി. അതുവരെ അടുത്തിരുന്നപ്പോൾ കിട്ടിയ സുരക്ഷിതത്വം മെല്ലെ അകന്നു പോകുന്ന കണ്ടതും പെണ്ണിന് പിന്നെയും വല്ലാത്തൊരു സങ്കടം വന്ന് മനസ്സിൽ മൂടി. എന്നാലും കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് കട്ടിലേക്ക് കിടന്നവൾ കണ്ണൊന്നടച്ചതും, നന്ദേട്ടൻ മോളുടെ അടുത്ത് പോകുന്നുണ്ടോ? എന്തിനെന്നറിയാതെ പറഞ്ഞുപോയ വാചകം പിന്നെയും മനസ്സ് അവൾക്ക് മുന്നിലേക്ക് ഒരു തവണ കൂടി കൊണ്ടുവന്നു കൊടുത്തു. നന്ദേട്ടാന്നോ? ഞാൻ പൊന്നിന്റെ അച്ഛനെ നന്ദേട്ടാന്നാണോ വിളിച്ചത്? വല്ലാത്തൊരു വെപ്രാളത്തോടെ പെണ്ണ് ചാടി എഴുന്നേറ്റു. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നന്ദി.